ഇന്തോനേഷ്യയിലെ മൊളൂക്ക കടലിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനെ തുടർന്ന് ഇന്തോനേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും അയൽരാജ്യങ്ങളിലും ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വടക്കൻ മലൂക്കു പ്രവിശ്യയിലെ ഡർണൈറ്റ് നഗരത്തിന് 127 കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത്. ഭൂമിക്കടിയിൽ ഏകദേശം 35 കിലോമീറ്റർ ആഴത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നുണ്ട്. ഭൂചലനത്തിന് പിന്നാലെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, തായ്വാൻ എന്നിവിടങ്ങളിൽ സുനാമി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുലവേസി പ്രവിശ്യയിലെ മനാഡോ നഗരത്തിൽ ഭൂചലനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം വലിയ തോതിലുള്ള മരണങ്ങളോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അതേസമയം പ്രധാന ഭൂചലനത്തിന് ശേഷം പലതവണ ആഫ്റ്റർ ഷോക്കുകൾ, അതായത് തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ സംഭവിക്കുന്ന പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഇത്തരത്തിൽ ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത്. നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കടൽ തീരങ്ങളിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. തുടർച്ചയായി തന്നെ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ സംശയമാണ്. ജനങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഭൂചലനമായിരുന്നു സംഭവിച്ചിരിക്കുന്നത്. 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സുനാമി മുന്നറിയിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തിരമാലകൾ കൂടുതൽ ഉയരത്തിൽ ഉയരുവാൻ സാധ്യതയുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അധികം നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാലും പലതരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു താഴുന്നതും എല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് മാറി താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അധികൃതർ ഏർപ്പാടാക്കി കഴിഞ്ഞു. തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.